സലാഹുദ്ദീൻ അയ്യൂബിയെ ചുറ്റിപ്പറ്റി നൂറ്റാണ്ടുകളിലൂടെ അദ്ദേഹത്തിന് ചുറ്റും രൂപപ്പെട്ട ഇതിഹാസമാനമുള്ള കഥകളുണ്ട്. അനേകം കഥകൾ. ജെറൂസലേമിന്റെ വിമോചകൻ, ധീരനായ പ്രഭു, കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ, ഉദാരമതിയായ ഭരണാധികാരി. വിവിധ സംസ്കാരങ്ങളിലും കാലഘട്ടങ്ങളിലും അദ്ദേഹം പല രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം നാടുകളിൽ മാത്രമല്ല, പാശ്ചാത്യ സാഹിത്യത്തിൽ, സിനിമയിൽ, വീഡിയോ ഗെയിമുകളിലെല്ലാം വ്യത്യസ്ത അജണ്ടകൾക്ക് അനുസൃതമായി അദ്ദേഹം പുനർനിർമ്മിക്കപ്പെടുന്നു. സലാഹുദ്ദീൻ അയ്യൂബി എന്ന ചരിത്ര പുരുഷനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തെ ഈ ഇതിഹാസ കഥകളിൽ നിന്ന് വേർപെടുത്തണം. 1187 ജെറൂസലേം കീഴടക്കിയ നിർണായക വിജയത്തിനു ശേഷം ആദ്യകാല പാശ്ചാത്യ വിവരണങ്ങൾ സലാഹുദ്ദീനെ അപകടകാരിയും നിയമവിരുദ്ധനുമായി ചിത്രീകരിച്ചുവെങ്കിലും ക്രമേണ അത് ഔദാര്യത്തിന്റെയും ധീരതയുടെയും കഥകൾക്ക്, വാഴ്ത്തുകൾക്ക് വഴിമാറി. അദ്ദേഹത്തെ അവർ ഒരു കുലീനനായ എതിരാളിയായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് ചിത്രീകരിച്ച് കാണുന്നത്. അദ്ദേഹത്തിന് യൂറോപ്യൻ വംശപരമ്പര ഉണ്ടായിരുന്നു എന്ന് വരെ അവകാശപ്പെടുന്ന കഥകൾ പ്രചരിച്ചു. ജെറൂസലേം വിജയത്തിന് ശേഷം കാലക്രമേണ അദ്ദേഹത്തിന്റെ ഓർമ്മ മുസ്ലിം ലോകത്ത് നിന്ന് മങ്ങിയെങ്കിലും ആധുനിക ലോകത്ത് അത് ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തി. അതിന് കാരണം ഫലസ്തീൻ ദുരവസ്ഥയും കൊളോണിയൽ വിരുദ്ധ സമരങ്ങളുമാണ്. സലാഹുദ്ദീൻ ഒരു പാൻ അറബ് വീര്യത്തിന്റെ പ്രതീകമായി മാറി. എന്നാൽ അദ്ദേഹം ഒരു അറബ് വംശജനല്ല എന്നുള്ളതാണ് രസകരം. ഈ ഇതിഹാസവൽക്കരിക്കപ്പെട്ട സലാഹുദ്ദീൻ ഒരേ സമയം ഒരു രക്ഷകനും നിഷ്ക്രിയ പ്രത്യാശയുടെ പ്രതീകവുമാണ്. എഡ്വേർഡ് സെയ്ദ് സൂചിപ്പിക്കുന്നത് പോലെ അത്തരം കഥകൾ പ്രവർത്തനത്തെ തളർത്തി ആളുകളെ ഒരു പുതിയ വിമോചകനെ കാത്തിരിക്കുന്ന കേവലം കാഴ്ചക്കാരാക്കി മാറ്റുന്നു. യഥാർത്ഥ ചരിത്രം അവിടെയാണ് പ്രസക്തമാവുന്നത്. ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വെല്ലുവിളി ഈ ഇതിഹാസ കഥകൾക്ക് പിന്നിലെ മനുഷ്യനെ കണ്ടെത്തുക എന്നതാണ്. അതിന് അദ്ദേഹത്തെ സൃഷ്ടിച്ച സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം പ്രധാനമാണ്. കാരണം അദ്ദേഹം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒറ്റപ്പെട്ട ഒരു രക്ഷകനല്ല, ഒരു സവിശേഷ രാഷ്ട്രീയ ചരിത്രത്തിന്റെ സൃഷ്ടിയാണ്. സുന്നി പുനരുജ്ജീവനം എന്ന് ചരിത്രം പേരിട്ട് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സലാഹുദ്ദീനെ മനസ്സിലാക്കാനുള്ള ശ്രമം നാം ആരംഭിക്കേണ്ടത്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 10-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഇസ്ലാമിക ലോകത്ത് വിചിത്രമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു. മുസ്ലിം സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തമായ പദവി അലങ്കരിച്ചിരുന്ന ഖലീഫ കേവലമായ പദവിയിലേക്ക് ചുരുങ്ങി. അദ്ദേഹത്തിന് നഗരത്തിന്റെയും സൈന്യത്തിന്റെയും സാമ്രാജ്യത്തിന്റെ തന്നെയും നിയന്ത്രണം നഷ്ടമായി. മുസ്ലിം ലോകത്തെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ശക്തരായ അബ്ബാസിയ ഖലീഫമാർ, ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദയമിടിപ്പായിരുന്ന ആ കാലം, ആ സുവർണകാലം മങ്ങി. ഔന്നത്യത്തിൽ നിന്ന് എല്ലാ സാമ്രാജ്യങ്ങളെയും പോലെ അവരും താഴെ വീണു. ഒരിക്കൽ വിശ്വസ്തരായിരുന്ന പ്രവിശ്യകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രാദേശിക ഗവർണർമാർ ചെറിയ സുൽത്താൻമാരായി മാറി. അങ്ങനെ 945 ദൈലം പർവ്വതങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ഷിയ യോദ്ധാക്കൾ, ബുയിദുകൾ, ബാഗ്ദാദിനെ ആക്രമിച്ച് പിടിച്ചെടുത്തു. അവർ ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയില്ല, പക്ഷേ അവരെ അപ്രസക്തരാക്കി. അവരെ കേവലം ചിഹ്നങ്ങളായി തുടരാൻ അനുവദിച്ചു. അങ്ങനെ യഥാർത്ഥ അധികാരം ബുയിദുകൾ ഏറ്റെടുത്തു. അബ്ബാസിയ ഖലീഫ ഒരു പാവഭരണാധികാരിയായി മാറി. ബുയിദുകളുടേതുപോലെയുള്ള ഒത്തുതീർപ്പുകൾക്ക് വിസമ്മതിച്ച ഷിയ വിഭാഗങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് വടക്കേ ആഫ്രിക്കയിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. ഫാത്തിമിദുകൾ ഒരു ബദൽ ശക്തിയായി ഉയർന്നു വന്നു. അവർ അധികാരം അവകാശപ്പെടുക മാത്രമല്ല ചെയ്തത്, പ്രവാചകന്റെ മകളായ ഫാത്തിമയുടെ പിൻഗാമികളായ യഥാർത്ഥ ഇമാമുകളാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടു. ഖിലാഫത്തിന് തന്നെ അങ്ങനെ അവർ അവകാശവാദം ഉന്നയിച്ചു. അവരുടെ ജനറൽ ജൗഹം ഈജിപ്ത് പിടിച്ചെടുത്തു. തുടർന്ന് അദ്ദേഹം ഒരു പുതിയ തലസ്ഥാനം നിർമ്മിച്ചു, അൽ കാഹിറ, ഇന്ന് നാം അറിയുന്ന കെയ്റോ. കെയ്റോ തിളങ്ങി, ഫാത്തിമിദുകളുടെ കീഴിൽ വളർന്നു. വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു. സ്വർണം, ആനക്കൊമ്പ്, ധാന്യം എന്നിവ അങ്ങോട്ടേക്ക് ഒഴുകി. അത് ബാഗ്ദാദിനെ വെല്ലുന്ന ഒരു പട്ടണമായി മാറി. ഇത്തരത്തിലുള്ള ഷിയ രാഷ്ട്രീയ ആധിപത്യത്തിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് സുന്നി പുനരുജ്ജീവനം എന്ന പദം ചില ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്നത്. ബാഗ്ദാദിന്റെ കവാടങ്ങൾ കിഴക്ക് നിന്ന് വന്ന കുതിരക്കുളമ്പടികളുടെ ഇടിമുഴക്കത്തിൽ തുറന്നു. സെൽജൂക്കുകളുടെ വരവായിരുന്നു അത്. അവർ ഇസ്ലാമിലേക്ക് പുതിയതായി വന്ന തുർക്കി യോദ്ധാക്കളായിരുന്നു. തുഗ്രിൽ ബേഗിന്റെ നേതൃത്വത്തിൽ സെൽജൂക്കുകൾ ബാഗ്ദാദിനെ ആക്രമിച്ച് ബുയിദുകളെ പുറത്താക്കി. അങ്ങനെ അബ്ബാസിയ ഖിലാഫത്തിന്റെ മേലുള്ള ഷിയ നിയന്ത്രണം അവസാനിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഖലീഫ സ്വന്തം കൊട്ടാരത്തിൽ സ്വതന്ത്രനായി. എന്നാൽ സെൽജൂക്കുകൾ കണ്ടെത്തിയത് അധികാര സിംഹാസനമായിരുന്നില്ല. അബ്ബാസിയ ഖിലാഫത്ത് ഒരു നിഴൽ മാത്രമായിരുന്നു. അതിന്റെ ശബ്ദം ദുർബലമായി കഴിഞ്ഞിരുന്നു. കഠിനാധ്വാനികളായ സെൽജൂക്ക് യോദ്ധാക്കൾ ഖലീഫയുടെ സംരക്ഷകരായ സുൽത്താൻമാരായി സ്വയം അവരോധിച്ചു.
അങ്ങനെ സെൽജൂക്ക് സുൽത്താനേറ്റ് രൂപം കൊണ്ടു. അവിടെയാണ് സുന്നി പുനരുജ്ജീവനം ആരംഭിക്കുന്നത്. രണ്ട് ഉന്നത വ്യക്തിത്വങ്ങൾ പിന്നീട് ആ രാഷ്ട്രീയ വേദിയിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തേത് നിസാമുൽ മുൽക്ക്, പേർഷ്യൻ വസീർ, വിദഗ്ധനായ രാഷ്ട്രതന്ത്രജ്ഞൻ. രണ്ടാമത്തേത് ഇമാം അൽ ഗസാലി, ദൈവശാസ്ത്രജ്ഞൻ, മിസ്റ്റിക്, തത്വചിന്തകൻ. ഒരുമിച്ച് അവർ സുന്നി ലോകത്തെ പടിപടിയായി പണിതുയർത്തി. സലാഹുദ്ദീനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ രണ്ട് വ്യക്തിത്വങ്ങളെ നന്നായി മനസ്സിലാക്കണം. കാരണം സലാഹുദ്ദീന്റെ മനസ്സ്, നയങ്ങൾ, ലോകവീക്ഷണമൊക്കെ രൂപപ്പെടുന്നത് നിസാമിന്റെ പേനയിൽ നിന്നും ഇമാം ഗസാലിയുടെ വൈജ്ഞാനിക ലോകത്തു നിന്നും ആയിരുന്നു. സുന്നി പുനരുജ്ജീവനത്തോടെ ബാഗ്ദാദ് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ആശയങ്ങൾ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് മറ്റൊരു നഗരത്തെ തഴുകി, ഡമാസ്കസ്. ഒരു കാലത്ത് ഇസ്ലാമിക ലോകത്തെ ഭരിച്ചിരുന്ന ഡമാസ്കസ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമയ്യദുകളുടെ അഭിമാന തലസ്ഥാനമായിരുന്നു അത്. എന്നാൽ 750 അബ്ബാസികൾ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ഡമാസ്കസ് തഴയപ്പെട്ടു. അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിന്നാമ്പുറങ്ങളിലേക്ക് അവിടെ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. ഒന്നാം കുരിശ് യുദ്ധം മിന്നൽ പോലെ സിറിയയെ ബാധിച്ചു. വളരെ പെട്ടെന്ന്, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം അക്രമാസക്തമായ നിലയിൽ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ എത്തിയിരുന്നുവെങ്കിൽ നിസാമുൽ മുൽക്കിന്റെയും സുൽത്താൻ മലിക് ഷായുടെയും ഇരുമ്പ് കരങ്ങളാൽ നയിക്കപ്പെടുന്ന സെൽജൂക്ക് സാമ്രാജ്യത്തിന്റെ ശക്തമായ പ്രതിരോധം അവരെ തടയുമായിരുന്നു. എന്നാൽ വിധിയുടെ നിർണായകമായ വഴിത്തിരിവിൽ ഇരുവരും 1092 ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മരണപ്പെട്ടിരുന്നു. 50 വർഷത്തെ ക്രമസമാധാനത്തിൽ നിന്ന് സെൽജൂക്ക് സാമ്രാജ്യം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ആ തകർച്ചയാണ് കുരിശ് യോദ്ധാക്കൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. അവർക്ക് മുന്നിൽ വാതിലുകൾ തുറന്നു കിടന്നു. 1097 അവർ ശക്തമായ ആക്രമണം നടത്തി ഇസ്നക്കിലെ സെൽജൂക്ക് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പിടിച്ചെടുത്തു. അടുത്ത വർഷം എഡസ്സ വീണു. പിന്നീട് അന്തോക്യ. 1099 ജെറൂസലേം. തുടർന്നുണ്ടായ കൂട്ടക്കൊലകൾ അലപ്പോയിലേക്കും ഡമാസ്കസിലേക്കും അഭയാർത്ഥികളുടെ തിരമാലകളെ കൊണ്ടുവന്നു. സിറിയ വിഭജിക്കപ്പെട്ടു. ജനോവ, വെന്നീസ് തുടങ്ങിയ നഗരങ്ങളുടെ പിന്തുണയോടെ കുരിശ് യുദ്ധക്കാർ തീരങ്ങൾ പിടിച്ചെടുത്തു. എക്കർ, ട്രിപ്പോളി, ടയർ തുടങ്ങിയ നഗരങ്ങൾ ഒന്നൊന്നായി വീണു. അപ്പോഴും മുസ്ലിം പ്രതിരോധം ഏറെ ദുർബലമായിരുന്നു. എന്നിട്ടും കുരിശ് യുദ്ധ രാജ്യങ്ങൾ ഇടുങ്ങിയ ഒരു ഭൂപ്രദേശത്തിനപ്പുറം വളർന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. 85 മൈൽ നീളമുള്ള ഒരു ചെറിയ തീരപ്രദേശമായി അവർ അവശേഷിച്ചു. ഡമാസ്കസോ അലപ്പോയോ ഒന്നും അവർക്ക് ഒരിക്കലും ലഭിച്ചില്ല. ഈ രാഷ്ട്രീയ ഭൂപടത്തിലേക്കാണ് സലാഹുദ്ദീൻ അയ്യൂബി കടന്നു വരുന്നത്. സുന്നി പുനരുജ്ജീവനത്തിന് അടിത്തറ കെട്ടി, വൈജ്ഞാനികമായ വിത്തുപാകി, ശേഷം രാഷ്ട്രീയമായി ഛിന്ന ഭിന്നമായ സെൽജൂക്കുകളുടെ, അബ്ബാസികളുടെ ബാഗ്ദാദ്, അവരോട് ശത്രുതയിലുള്ള ഷിയ ഫാത്തിമിദ് ഭരിക്കുന്ന ഈജിപ്ത്, കെയ്റോ, കുരിശ് യോദ്ധാക്കൾ കൈയടക്കിയ ജെറൂസലേം, കുരിശുദ്ധം ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിച്ച് രക്തം ഒലിപ്പിച്ചു നിൽക്കുന്ന ഡമാസ്കസ്. എങ്ങനെയാണ് സലാഹുദ്ദീൻ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്നത് എന്നതാണ് നമ്മുടെ കഥ. സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം തുടർന്ന് കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കാണാം അടുത്ത എപ്പിസോഡിൽ.